അല്ലാഹു 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 അല്ലാഹു. ഖിയാമത്ത് നാളിന് മുമ്പ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹു ദജ്ജാലിന്റെ ആഗമനം. ദജ്ജാലിന്റെ ആഗമനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളും അവന്റെ രൂപവും ഭാവവുമൊക്കെ ധാരാളം ഹദീസുകൾ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, തുർമിദി തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതു മുതൽ ഖിയാമത്ത് നാൾ വരെ ദജ്ജാലിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടത്തിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ദജ്ജാലിനെ പറ്റി അശ്രദ്ധയിലാവുകയും മിമ്പറുകളിൽ നിന്ന് ഇമാമുകൾ ഈ വിഷയം സംസാരിക്കുന്നത് ഉപേക്ഷിക്കുകയും സമുദായത്തിൽ ഭിന്നതയും ചേരിതിരിവുകൾ ഉണ്ടാവുകയും ദീൻ വളരെ കുറഞ്ഞു പോവുകയും ഇടപാടുകളിൽ തെറ്റായ സമീപനം ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്താണ് ദജ്ജാലിന്റെ ആഗമനം എന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും മസീഹു ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അവൻ കള്ളനും ഒറ്റ കണ്ണനുമാണ്. അവനെപ്പറ്റി താക്കീത് നൽകാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. അവൻ ഒറ്റക്കണ്ണനാണ്. നിങ്ങളുടെ നാഥൻ ഒറ്റക്കണ്ണനല്ല, അവന്റെ ഇരു കണ്ണിലും കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകും. ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹു ഒറ്റക്കണ്ണനല്ല. അറിയുക, മസീഹു ദജ്ജാൽ വലതുഭാഗത്ത് കാഴ്ചയില്ലാത്തവനാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണുകളാണ് അവന്റേത്. മറ്റൊരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ്. നിങ്ങൾ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായമാണ്. നിശ്ചയമായും ഞാൻ പറയുന്നു, അവൻ നിങ്ങളിലാണ് വരിക. ഒരു സംശയവും വേണ്ട. അവന്റെ വരവ് സത്യമാണ്. അവൻ വളരെ അടുത്തു തന്നെ വരുന്നതാണ്. ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നിശ്ചയം മുടി ജടകുത്തിയ ഒരു യുവാവാണവൻ. കണ്ണ് അല്പം തുറച്ചു നിൽക്കും. അബുൽ ഉസ്സയോട് സാദൃശ്യമുള്ളവനാണവൻ. നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടാൽ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഓതിക്കൊള്ളുക. ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിലുള്ള കല്ലത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് അവൻ ഇടത്തും വലത്തും കുഴപ്പമുണ്ടാക്കും. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഞങ്ങൾ ചോദിച്ചു, അവൻ എത്ര കാലം ഭൂമിയിൽ താമസിക്കും? അവിടുന്ന് പറഞ്ഞു, 40 ദിവസം. അതിൽ ഒരു ദിവസം ഒരു മാസവും ഒരു ദിവസം ഒരു ആഴ്ചയും പോലെയായിരിക്കും. മറ്റുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിനങ്ങൾ പോലെ തന്നെ. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഒരു കൊല്ലത്തിന് സമാനമായ ദിവസത്തിൽ ഒരു ദിവസത്തെ നിസ്കാരം മതിയാകുമോ? അവിടുന്ന് പറഞ്ഞു, പോരാ, നിങ്ങൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുക. ഓരോ നിസ്കാരത്തിന്റെയും ഇടയിലുള്ള മണിക്കൂറുകൾ കണക്കുകൂട്ടി അതടിസ്ഥാനത്തിൽ നിസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഹദീസ് തുടരുന്നു. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അവന്റെ വേഗത എത്രയാണ്? അവിടുന്ന് പറഞ്ഞു, ഒരു മഴയെ കാറ്റ് കൊണ്ടുപോകുന്നത് പോലെ ചില ജനങ്ങളുടെ അടുത്ത് ചെന്ന് അവൻ ക്ഷണിക്കുമ്പോൾ അവൻ അവനിൽ വിശ്വസിക്കുകയും അവന് ഉത്തരം നൽകുകയും ചെയ്യും. അവൻ ആകാശത്തോട് ആജ്ഞാപിക്കുമ്പോൾ അത് മഴ വർഷിക്കുകയും ഭൂമിയോട് ആജ്ഞാപിക്കുമ്പോൾ അത് സസ്യത്തെ മുളപ്പിക്കുകയും അവരുടെ നാൽക്കാലികൾ വളർന്നതും അകിടുകൾ നിറഞ്ഞൊഴുകുന്നതും ഊര നീണ്ടു നിവർന്നതുമായിരിക്കും. മറ്റൊരു ജനതയുടെ അടുത്ത് ചെന്ന് അവരെ അവൻ ക്ഷണിക്കും. അവർ അവന്റെ വാദത്തെ തിരസ്കരിക്കുകയും അപ്പോൾ അവൻ തിരിച്ചു പോകും. പ്രഭാതമാകുമ്പോഴേക്ക് അവർക്ക് കഠിനക്ഷാമം ബാധിക്കും. അവരുടെ ധനത്തിൽ നിന്ന് യാതൊന്നും അവരിൽ നിലനിൽക്കുകയില്ല. ഒരു വരണ്ട പ്രദേശത്തുകൂടി അവർ സഞ്ചരിക്കുകയും അതിലെ നിധികളോട് പുറത്തു വരാൻ അവൻ കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ തേനീച്ചയെ പോലെ ആ നിധികൾ അവനെ പിന്തുടരും. നിശ്ചയം ദജ്ജാൽ പുറത്തു വരിക തന്നെ ചെയ്യും. അവന്റെ കൂടെ വെള്ളവും അഗ്നിയും ഉണ്ടാകും. വെള്ളമാണെന്ന് തോന്നുന്നത് കരിക്കുന്ന തീയും
തീയാണെന്ന് തോന്നുന്നത് തണുത്ത വെള്ളവുമായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടുമുട്ടുന്ന പക്ഷം അഗ്നിയായി തോന്നുന്നതിൽ പ്രവേശിക്കുക. നിശ്ചയം അവൻ ഒറ്റക്കണ്ണനാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും രൂപമായിട്ടാണ് അവൻ വരിക. അവൻ സ്വർഗമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് നരകമായിരിക്കും. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ദജ്ജാൽ പ്രവേശിക്കുന്നതാണ്. അവ രണ്ടിന്റെയും എല്ലാ വിടവുകളിലും മലക്കുകൾ അണിനിരന്ന് സംരക്ഷിക്കുന്നതാണ്. എങ്കിലും മദീനയോടടുത്ത് ഒരു ചതുപ്പ് ഭൂമിയിൽ അവൻ ഇറങ്ങും. അപ്പോൾ മദീനയിൽ 3 പ്രകമ്പനമുണ്ടാകും. അതുമൂലം എല്ലാ സത്യനിഷേധികളും കപടവിശ്വാസികളും പുറത്തു കൊണ്ടുവരപ്പെടും. ഗ്രാമീണനായ ഒരാളോട് നിന്റെ മാതാപിതാക്കളെ ജീവിപ്പിച്ചാൽ നീ എന്നിൽ വിശ്വസിക്കുമോ എന്ന് ദജ്ജാൽ ചോദിക്കും. ഗ്രാമീണർ അതെ എന്ന് ഉത്തരം പറയും. അങ്ങനെ അയാളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ 2 പിശാചുക്കൾ പ്രത്യക്ഷപ്പെടുകയും നീ ഇവനെ പിൻപറ്റിക്കൊള്ളുക എന്ന് പറയുകയും ചെയ്യും. വലിയൊരു പരീക്ഷണമായിരിക്കും അത്. സത്യവിശ്വാസികളിൽ ഒരാൾ ദജ്ജാലിന്റെ നേരെ തിരിയും. അപ്പോൾ ദജ്ജാലിന്റെ അനുയായികൾ അദ്ദേഹത്തെ നേരിട്ടുകൊണ്ട് ചോദിക്കും, നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അവൻ പറയും, അടുത്തായി രംഗത്ത് വന്നവനാണ് എന്റെ ലക്ഷ്യം. അവർ പറയും, നിങ്ങളുടെ രക്ഷിതാവിൽ നീ വിശ്വസിക്കുന്നില്ലേ? അവൻ പറയും, ഞങ്ങളുടെ രക്ഷിതാവിൽ യാതൊരു അവ്യക്തതയുമില്ല. അവൻ പറയും, ഇവനെ വധിച്ചു കളയുവേ. അപ്പോൾ അവരിൽ ചിലരോട് പറയും, നമ്മുടെ രക്ഷിതാവിന്റെ, അതായത് ദജ്ജാലിന്റെ അസാന്നിധ്യത്തിൽ ആരെയും വധിക്കരുതെന്ന് നമ്മുടെ രക്ഷിതാവ് വിരോധിച്ചിട്ടില്ലേ? അപ്പോൾ അവനെയും കൊണ്ട് അവർ ദജ്ജാലിന്റെ സന്നിധിയിലേക്ക് പോകും. സത്യവിശ്വാസി അവനെ കാണുമ്പോൾ പ്രഖ്യാപിക്കും, ജനങ്ങളെ, ഇവൻ ദജ്ജാലാണ്, നമ്മുടെ നബി നമ്മോട് മുന്നറിയിപ്പ് നൽകിയവൻ. അപ്പോൾ ദജ്ജാൽ കൽപ്പിക്കും, അവനെ പിടിച്ചുകെട്ടി തല്ലി തകർത്ത് വയറും മുതുകും അടിച്ചു പരത്തി വികൃത രൂപമാക്കാൻ. എന്നിട്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കും. നീ തന്നെയാണ് പെരും കള്ളനായ മസീഹു ദജ്ജാൽ എന്നവൻ മറുപടി പറയും. തല മുതൽ കാലുകൾ വരെ വാളുകൊണ്ട് ഈർന്ന് പിളർക്കാൻ അവൻ കൽപ്പിക്കും. എന്നിട്ട് പിളർക്കപ്പെട്ട ഭാഗങ്ങളിൽ കൂടി നടന്നിട്ട് അവൻ പറയും, നീ എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ നേരെ എഴുന്നേറ്റ് നിൽക്കും. ശേഷം അവൻ പറയും, നിന്നെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആ സത്യവിശ്വാസി പറയും, മനുഷ്യരെ, എനിക്ക് ശേഷം മനുഷ്യരിൽ നിന്നാരെയും ഇവന് ഇപ്രകാരം ചെയ്യാൻ സാധിക്കുകയില്ല. ഉടനെ ദജ്ജാൽ അവനെ അറുക്കുവാൻ വേണ്ടി പിടിക്കും. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പിരടി മുതൽ തൊണ്ടക്കുഴി വരെയുള്ള സ്ഥലം പിച്ചളയാക്കി മാറ്റും. അത് കാരണം അറുക്കാൻ അവന് കഴിയില്ല. അന്നേരം ദജ്ജാൽ അവന്റെ കയ്യും കാലും പിടിച്ചുകൊണ്ട് അവനെ വലിച്ചെറിയും. ജനങ്ങൾ വിചാരിക്കും അഗ്നിയിലേക്കാണ് അവനെ വലിച്ചെറിഞ്ഞതെന്ന്. യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കാണ് അവൻ എറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവരാണ് രക്ഷിതാവിന്റെ അടുക്കൽ ഏറ്റവും വലിയ രക്തസാക്ഷി. ദജ്ജാൽ വരുന്നതിന് മുമ്പ് കഠിനമായ 3 വർഷങ്ങൾ ഉണ്ടായിരിക്കും. അക്കാലത്ത് ജനങ്ങളെ ശക്തമായ ക്ഷാമം പിടികൂടും. ആദ്യ വർഷം മഴയുടെ 1/3 ഭാഗം തടഞ്ഞു വെക്കാൻ അള്ളാഹു കൽപ്പിക്കും. ഭൂമിയോട് ഉൽപ്പന്നങ്ങളിൽ 1/3 ഭാഗം തടഞ്ഞു വെക്കാനും കൽപ്പിക്കും. 2-ാം വർഷം ആകാശത്തോട് മഴയുടെ 2/3 ഭാഗം തടഞ്ഞു വെക്കാനും കൽപ്പിക്കും. 3-ാം വർഷം ആകാശത്തോട് മഴയുടെ മുഴുവൻ ഭാഗവും തടഞ്ഞു വെക്കാൻ അള്ളാഹു കൽപ്പിക്കും. ഭൂമിയോട് ഉൽപ്പന്നങ്ങളിൽ എല്ലാ ഭാഗവും തടഞ്ഞു വെക്കാനും കൽപ്പിക്കും. പിന്നീട് ഒരു പച്ചച്ചെടി പോലും മുളക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ച ചിലതൊഴികെ എല്ലാ മൃഗങ്ങളും നശിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അന്ന് ജനങ്ങൾ എങ്ങനെ ജീവിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എന്നിവയാണ് സത്യവിശ്വാസികളെ ജീവിപ്പിക്കുന്നത്. സുന്ദരനായ ഒരു യുവാവിനെ വിളിച്ചു വരുത്തി തന്റെ വാളുകൊണ്ട് അവനെ വെട്ടി 2ആയി പിളർത്തുകയും പിന്നീട് വിളിച്ചാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് വരികയും ചെയ്യും. ഇപ്രകാരം അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറിയമിന്റെ മകൻ മസീഹിനെ, ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിക്കും. ഡമസ്കസിന്റെ കിഴക്കുള്ള വെള്ള മിനാരത്തിന്റെ അടുത്ത് 2 മലക്കിന്റെ ചിറക് ഏറെ പ്രതീക്ഷയോടെയാണ് ദജ്ജാലിനെ കാത്തിരിക്കുന്നത്. ഒരു പ്രത്യേക പുതപ്പ് പുതച്ചിട്ടുള്ള അസ്ബഹാനിലെ 70,000-ഓളം ജൂതന്മാർ അവനെ പിൻപറ്റുകയും അവന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതിൽ ധാരാളം സ്ത്രീകളും ഉണ്ടാകും. ദജ്ജാലിന്റെ വധത്തോടെ ജൂതന്മാർക്ക് പരാജയം സംഭവിക്കും. ലോകം മുഴുവൻ അവർക്കെതിരാകും.
അന്ന് ഭൂമിയിലുള്ള എല്ലാറ്റിന്റെയും പിന്നിൽ അവർ ഒളിക്കാൻ ശ്രമിക്കും. അപ്പോൾ കല്ലും മരവുമൊക്കെ വിളിച്ചു പറയും, ഹേ മുസ്ലിമേ, എന്റെ പിന്നിലിതാ ഒരു ജൂതൻ, വരൂ ഇവനെ വധിക്കൂ. ഒറക്കത് എന്ന മരമൊഴികെ, കാരണം അത് ജൂതന്മാരുടെ മരമാണ്. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ പ്രധാനമായിട്ട് ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. തശഹുദ് പ്രാർത്ഥന ദജ്ജാലിൽ നിന്ന് അഭയം തേടാനുള്ളതാണ്. സൂറത്തു കഹ്ഫിലെ ആദ്യ 10 ആയത്തുകൾ മനപ്പാഠമാക്കിയിട്ട് ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ അവന്റെ മുഖത്ത് നോക്കി ഈ 10 ആയത്തുകൾ ഓതിയാൽ അത് അവന് സംരക്ഷണം നൽകുന്നതാണ്. ദജ്ജാൽ വന്നാൽ അവനെ കാണാതിരിക്കുക. അവനെ കുറിച്ച് കേട്ടാൽ അവനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. കാരണം ആരെങ്കിലും അവന്റെ അടുത്ത് പോയാൽ അവന്റെ അത്ഭുതം കണ്ട് അവനെ പിൻപറ്റാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മക്കയിലോ മദീനയിലോ പോയി താമസിക്കുക. യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ. ദജ്ജാലിനെ കുറിച്ച് ഈ വസ്തുതകൾ നാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം തശഹുദിൽ അവരിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തീർപ്പ് നൽകട്ടെ. മസീഹു ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു